സ്കൂളൊക്കെ ദേ ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനി പതുക്കെ പതുക്കെ ടെസ്റ്റ് പേപ്പർ, പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമല്ലേ. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് ഓരോ ദിവസമൊക്കെ ആയിരിക്കും. അപ്പോൾ ഡേറ്റുകളൊക്കെ ഒന്ന് മാറിപ്പോകാണ്ടിരിക്കാനും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പിൻ ബോർഡ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു തെർമോക്കോളാണ്. വീതി കൂടിയ തെർമോക്കോളാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്നിട്ട് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാബ്രിക് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഫാബ്രിക് ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്താലും മതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബോർഡർ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 2 ലേസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കട്ടിയുള്ള ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഇതുപോലത്തെ കുറച്ച് പിക്ചേഴ്സും കൂടെ ഞാൻ ഓരോ കോർണറിലും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പിൻ ബോർഡിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ വെക്കാം. അതുപോലെ തന്നെ ഇതുപോലൊരു പേപ്പർ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് കോട്ട്സ്, അഫർമേഷൻസ് അങ്ങനെ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഒരു വലിയ കലണ്ടറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, ടെസ്റ്റ് പേപ്പർ ഇതൊക്കെ വരുന്നത് മാർക്ക് ചെയ്ത് വെക്കാൻ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അത് കഴിഞ്ഞിട്ട് സോപ്പിൻ്റെ ഒരു ചെറിയ ബോക്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുമ്പോൾ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിൻ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ അവസാന നേരം അത് തപ്പി നടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.